കണ്ടിട്ട് നിങ്ങൾക്ക് ജാമ മനസ്സിലായോ? സംഭവം ഈ കൊലത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ കുറേ മെനക്കെട്ടിക്കണേ. ഞങ്ങളെ എൻ്റെ മുറ്റത്തല്ല ചാമ്പക്ക മരത്തിന് ഏകദേശം ഒരു 15-16 കൊല്ലത്തോളം പഴക്കുണ്ട്. പക്ഷെ ചോർമ വെച്ച കാലം മുതലേ ആ ചാമ്പക്ക ഇങ്ങനെ മുരടിച്ച് വലിപ്പമില്ലാതെ ഇങ്ങനെ നടക്കണം. അതിന് മെയിനായിട്ടുള്ള റീസൺ ഞങ്ങൾ ഇവിടുത്തെ KCB-ക്കാരാണ്. ഓലാണ് അതിന് വളരാൻ അയക്കാത്തത്. ഓരോ കൊല്ലം വന്നാണ്ട് ഈ മരത്തിന്റെ ചില്ലും കൊമ്പൊക്കെ വെട്ടേണ്ട ഓല അങ്ങോട്ട് പോകും. ഈ മരം ചെറുതാകുന്നല്ലാതെ വലുതാണെന്ന് ഞാൻ കാണുന്നില്ല. ഇതിന്റെ മുകളിലത്തെ ചാമ്പ കിട്ടണമെങ്കിൽ ലാഡറിന്റെ മുകളിൽ കയറിയിട്ട് തന്നെ വേണം പറിച്ചെടുക്കാൻ, അല്ലാതെ കിട്ടൂല. ഇത്ര ചാമ്പ കിട്ടിയപ്പോൾ എൻ്റെ മക്കളെ പറഞ്ഞതാണ്, അച്ചാറിട്ടല്ലേ ഈ ഉപ്പിലിട്ടല്ലേ വെറുതെ തിന്നണം, എന്നാലും ചാമ്പ ഉണ്ടാക്കണ്ട, ആരും തിന്നൂല എന്ന്. അതെ, ഇവിടെ എൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മനസ്സും തിന്നില്ല. ഞാനും എൻ്റെ കുഞ്ഞാപ്പുണ്ടാവും തിന്നാൻ. ബാക്കിയിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുന്നു, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എടുത്ത് കളയണം, അല്ലാതെ ആരും തിന്നൂല. ഈ പറയണ ഞാൻ തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ സാധനം ഞാനും തിന്നൂല. അപ്പോഴെൻ്റെ അമ്മ പറഞ്ഞതാണെന്ന പൂതിക്ക് ഉണ്ടാക്കിയേക്കാൾ അത് ഫുള്ള് എടുക്കണ്ടാന്ന്. അതൊന്നും കേൾക്കാതെ ഞാൻ മുഴുവൻ ഉണ്ടാക്കി. ഇപ്പോൾ ഇതാക്കണം ഫ്രിഡ്ജിൽ അങ്ങനെ അനാഥപ്രേത പോലെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അവിടെ. ഈ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടുന്നത്. ഏതായാലും എൻ്റെ 4-5 ദിവസം കൂടി ക്ഷമിച്ച് നിൽക്കായിരിക്കും. ഇത് തിന്ന് തീരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നേരെ കാടിക്കിട്ടാണ്ട് പൈക്ക് കൊടുക്കും. അതവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ. അപ്പം ശരിട്ടാ.